അങ്ങനെ നോക്കുമ്പോ സാധാരണ ഉണ്ടായിരുന്ന ഒരു പോലീസ് അന്വേഷണത്തിനെ അട്ടിമറിച്ച് തന്റെയും തന്റെ കൂട്ടാളികളുടെ ഇഷ്ടപ്രകാരം നടത്തിയ ഒരു കേസ് അന്വേഷണത്തിന്റെ അവസാന ഫലമായിരുന്നു കോടതി കണ്ടത്. പോലീസിന്റെ അധികാരത്തെയും കോടതിയുടെ അധികാരത്തെയും ഒരുപോലെ മറികടക്കുന്ന ആരതി വർമ്മയുടെ തന്ത്രം. തനിക്ക് വേണ്ടപ്പെട്ട ആളുകളെ ഏത് രീതിയിലായാലും രക്ഷിച്ചെടുക്കുമെന്ന വാശി. പ്രിയങ്ക മരിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ഉറപ്പു വന്നതുകൊണ്ട് അതിന്റെ പേരിൽ കോടതി വിധിച്ച ശിക്ഷാവിധികൾ റദ്ദാക്കണമെന്നും ചന്ദ്രശേഖരനെ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ ഉത്തരവാകണമെന്നും സിഐക്ക് വിധിച്ച സസ്പെൻഷൻ റദ്ദാക്കണമെന്നും ബഹുമാനപ്പെട്ട കോടതി സമക്ഷം അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മിസ് ആരതി വർമ്മ, നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? യെസ് യുവർ ഓണർ. ഇതിനപ്പുറം അവരിനി എന്ത് പറയാനാണ് യുവർ ഓണർ? നടത്തിയ നാടകങ്ങളെല്ലാം പിടിക്കപ്പെട്ടു. ഇനി അങ്ങോട്ട് കോടതിയുടെ മുമ്പിലും സമൂഹത്തിന്റെ മുന്നിലും തൊലി ഉരിഞ്ഞ അവസ്ഥയിലാണ് അഡ്വക്കേറ്റ് മിസ് ആരതി വർമ്മ. താനും തന്റെ കൂട്ടാളികളും നടത്തിയ അന്വേഷണത്തിന്റെ പേരിൽ ഇതേ കോടതി പ്രശംസിച്ചപ്പോ പോലും ഒരു ഉളുപ്പുമില്ലാതെ ആ പ്രശംസ സ്വീകരിച്ച ആളാണ് അഡ്വക്കേറ്റ് ആരതി വർമ്മ. നിരായുധയായി നിൽക്കുന്ന ആരതി വർമ്മയോട് എനിക്കിപ്പോ സഹതാപമേ ഉള്ളൂ. യുവർ ഓണർ, പ്രിയങ്ക എന്ന പെൺകുട്ടി മരണത്തെ തോൽപ്പിച്ച് തിരിച്ചെത്തിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ കേസന്വേഷണത്തിന്റെ വഴികളെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഞാൻ കേട്ടതാണ്. പക്ഷേ APP പറയാതെ പോയ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാകണമെങ്കിൽ ചന്ദ്രശേഖരനെ ഒന്നുകൂടെ വിസ്തരിക്കാൻ കോടതി അനുവദിക്കണം.